ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ മഹാദേവി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. നമുക്ക് 8ാമത്തെ അധ്യായത്തില് തുലാവൃതത്തിന്റെ വർണ്ണനയാണ് പറയാനുള്ളത്. തുലാവൃതം ഈ 8 ഖണ്ഡങ്ങളിലും ദേവസെട്ടന്മാർ ജംബുവാദീനി, ധാരേശ്വരി, മീനാക്ഷി തുടങ്ങിയ ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ദേവിയെ പൂജിച്ച് ആരാധിച്ചും ആ താഴ്വരകളിൽ എല്ലാ ഋതുക്കളിലും പൂക്കളും കായകളും തളിരുകളും സകല ഗുണങ്ങളോടും കൂടി വർത്തിക്കുന്നു. ഇത് ദേവന്മാര് ഈ 8 ഖണ്ഡങ്ങളും ഭാരതഖണ്ഡത്തില് കാട്ടിലെ താഴ്വരകളും വാസസ്ഥാനങ്ങളും മനോരഞ്ജകങ്ങളാണ് കേട്ടോ. അതിമനോഹരങ്ങളാണ് ഇവിടൊക്കെ. സരസ്സുകളുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ സുഗന്ധത്താൽ രാജഹംസങ്ങൾ സന്തോഷത്തോടുകൂടി സരസ്സിൽ വിഹരിക്കുന്നു. ചക്രാക പക്ഷികളും വണ്ടുകളും കുളക്കോഴികളും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. സന്തോഷം വരുമ്പോൾ അവര് ബ്ലാക്കി കൊണ്ടുക്കുക. സരസ്സുകളിൽ ഇറങ്ങി ജലക്രീഡ ചെയ്യുന്ന സുന്ദരിമാരുടെ കടാക്ഷ വീക്ഷണങ്ങളിൽ ഭ്രമിച്ച് ദേവന്മാർ സുഖികളായി വർത്തിക്കുന്നു. ഈ 9 വർഷങ്ങളിലും ഭഗവാൻ ശ്രീനാരായണൻ ഓരോ മൂർത്തിഭേദങ്ങൾ സ്വീകരിച്ച് അതതിന്റെ വ്യൂഹങ്ങളോടെ അതാത് നിവാസികളെ തന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നു. അതായത് ഓരോരു ദിക്കില് ഓരോരു പേരില്. വർഷം എന്നാണ് പറയല്. വർഷങ്ങൾ 9 വർഷങ്ങൾ. അതിൽ ഓരോരു സ്ഥലത്ത് ഭഗവാൻ ഓരോരു പേരും സ്വീകരിച്ച് ഓരോരു ഭേദഭാവത്തോടുകൂടി, അതായത് എല്ലാ ദിക്കിലും ശംഖചക്ര കഥാപത്മല്ല എന്നർത്ഥം. അങ്ങനെ ഓരോരോ ഭാവത്തില്. തുലാവൃതത്തിൽ പരമശിവൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. അവിടെ അതിങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ മറ്റ് പുരുഷന്മാർ വന്നാൽ സ്ത്രീകളാകുമെന്നൊരു ശാപമുണ്ട്. എന്താ കാരണം? പാർവതീദേവിയാലും ദേവിയുടെ സുന്ദരിമാരായ സഖികളാലും ചേർന്ന് സേവിക്കപ്പെടുന്ന പരമശിവൻ ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ അംശാവതാരമായ താമസീശക്തിയായ സംഘർഷണമൂർത്തിയാണ് അവിടെ ആരാധിക്കുന്നത്. മഹാവിഷ്ണു സകല ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും അപ്രമേയനുമായ അങ്ങേക്ക് നമസ്കാരം. സംഘർഷണമൂർത്തിനെ സേവിക്കുന്ന ആ സ്തുതിയായത്. ഭക്തന്മാർക്ക് സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും ഐശ്വര്യാദി ഗുണങ്ങൾക്ക് ഇരിപ്പിടമായുള്ളവനും സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവനും ഭജിക്കാത്തവർക്ക് ഭവത്തെ കൊടുക്കുന്നവനും ഭജിക്കുന്നവർക്ക് മുക്തിയെ കൊടുക്കുന്നവനും ആയ അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു. മര്യാദ നിലനിർത്താൻ മായയെ സ്വീകരിക്കുന്നുവെങ്കിലും അമേയനായ ഭഗവാനെ മായയുണ്ടോ ബാധിക്കുന്നു? ഭഗവാൻ മായ ബാധിക്കുകയേയില്ല. മായ ബാധിച്ചവരുടെ മനസ്സിലങ്ങ് ലഹരി പൂണ്ടവനും ചുവന്ന കണ്ണുകളോട് കൂടിയവനുമാകുന്നു. അങ്ങയെ കണ്ട് നാഗകന്യകമാർ ലജ്ജ കൊണ്ട് വികാര വിവശകളാകുന്നു. അത്രയാ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് ലജ്ജ വരുന്നു. ആ സുന്ദരിമാർ തങ്ങളുടെ ഇംഗിതം ഭഗവാൻ മനസ്സിലാകുമോ എന്ന് ഭയന്ന് അങ്ങയുടെ പാദഭജനം ചെയ്യാൻ കൂടി അശക്തകളായി. നാഗകന്യകമാര്. അങ്ങയുടെ 1000 ശിരസ്സുകളിൽ ഒന്നിൽ കടുകോണി പോലെ സ്ഥിതി ചെയ്യുന്ന ഭൂമണ്ഡലത്തെ അങ്ങ് അറിയുന്നത് പോലുമില്ല. അത്ര അനായാസമായാണ് അങ്ങ് ഭൂമണ്ഡലത്തെ വഹിക്കുന്നത്. ഇതാരാ പറയുന്നത്? അനന്തമൂർത്തിയുടെ ഭാവമാണ് വർണ്ണിക്കുന്നത്. അങ്ങയുടെ മഹത്വ ഗുണങ്ങളിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ബ്രഹ്മാവിൽ നിന്ന് ഞാനുണ്ടായി. ത്രിഗുണങ്ങളെ കൊണ്ട് ദേവന്മാരെയും ആകാശാദി പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നു. മഹാത്മാവായ അങ്ങയുടെ ക്രിയാശക്തി സ്വരൂപമായ സൂത്രാത്മാവിനാൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷികളെ ചരട് കെട്ടി പറപ്പിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയ്ക്ക് അധീനരാണ്. ത്രിഗുണങ്ങൾ നിമിത്തമുള്ള സൃഷ്ടിയാൽ മോഹിപ്പിച്ചിരിക്കുന്ന ജനങ്ങൾ മായാകാര്യങ്ങളായ മനസ്സ്, ഇന്ദ്രിയം, ശരീരം എന്നിവയെ താനെന്ന് അഭിമാനിച്ചുകൊണ്ട് കഴിയുന്നു. മായയെ മറികടക്കാനുള്ള ഉപായം അവർക്ക് അറിയുകയുമില്ല. അത് അറിയണ്ടേ? അതറിയില്ല. ലോകത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും ലയത്തിനും കാരണഭൂതനായ അങ്ങക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. തുലാവൃതത്തിന്റെ കിഴക്കുഭാഗത്ത് ഭദ്രാശ്വവർഷം, അവിടെ ധർമ്മന്റെ പുത്രനായ ഭദ്രശ്രവസ്സും അദ്ദേഹത്തിന്റെ കുലത്തിലെ ശ്രേഷ്ഠന്മാരായ സേവകന്മാരോടും കൂടി ഭഗവാൻ വാസുദേവന്റെ ഹയഗ്രീവ സ്വരൂപത്തെ ധ്യാനിച്ചും താഴെ പറയുന്ന മന്ത്രത്തെ ജപിച്ചും ഉപാസിക്കുന്നു.
ഭദ്രശ്രവസ്. മന്ത്രം ഇതാണ്: കൂപ്പുന്നേൻ ആത്മശുദ്ധിക്കായി ധർമ്മനാം ഭഗവാന് ഞാൻ. അതിന്റെ മൂലതത്വം ഇത്രമാത്രമല്ല, കുറെ ഉണ്ടാവും. അത് ഇത്രമാത്രം അത് അങ്ങനെ പറയുന്നത്. ഭദ്രശ്രവസുകൾ സ്തുതിക്കുന്നു. ഭഗവാന്റെ മായാവിലാസം ആശ്ചര്യം തന്നെ. അനുനിമിഷം ജീവിതത്തെ അപഹരിക്കുന്ന മൃത്യുവിനെ കണ്ടിട്ടും ജനങ്ങൾ നശ്വരമായ വിഷയങ്ങളുടെ കൂടെ പോകുന്നു. അത് ധർമ്മോത്തർ പറഞ്ഞല്ലോ യക്ഷപ്രശ്നത്തില്. മരിച്ച പുത്രനെ പിതാവും അച്ഛനെ മകനും ദഹിപ്പിച്ച ശേഷം അവരെ കൊണ്ടുപോയ മൃത്യു തന്റെ കൂടെ ഉണ്ടെന്ന് ഓർമ്മിക്കൂല. അത് ഓർമ്മിക്കാതെ ബാക്കി വീട്ടിലെത്തി 12 ദിവസം എങ്ങനെയും കഷ്ടിച്ച് കഴിഞ്ഞു നോക്കാം. പിന്നെ ഭൗതിക സുഖങ്ങളിൽ ആസക്തിയോടെ കഴിയുന്നു. അതാണ് അത്ഭുതം. മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് അതാണെന്നാണ് ധർമ്മോത്തര പണ്ട് പറഞ്ഞത്. പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണെന്ന് വിദ്വാൻമാരും ജ്ഞാനികളുമായ പണ്ഡിതന്മാർ പറയുന്നു. അവര് മായയിൽ മോഹിച്ച് ലൗകിക വിഷയങ്ങളെ സമ്പാദിക്കാൻ പരക്കം പായാണ് ആര്? വിദ്വാൻമാരും ജ്ഞാനികളും. അവരൊട്ടും വ്യത്യസ്തരല്ല എന്ന് പറയുന്നു. ആശ്ചര്യം തന്നെ. നീ തന്നെ കാര്യവും കാരണവും സമസ്ത ജീവികളുടെയും ആത്മാവും അങ്ങ് തന്നെ. ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് ഹയഗ്രീവൻ എന്ന അസുരൻ അപഹരിച്ച വേദങ്ങളെ ഭഗവാൻ ഹയഗ്രീവ രൂപം സ്വീകരിച്ച് അതോൻ അങ്ങനെ വരം വാങ്ങിയിട്ടുണ്ട്. എന്റെ പേരിനില്ല ഒരാളെ എന്നെ കൊല്ലാൻ പാടുള്ളൂ. പാതാളത്തിൽ പോയി വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തിരിച്ചു നൽകി. ആ ഹയഗ്രീവമൂർത്തിക്ക് നമസ്കാരം. ഹയശീർഷനായ ഹരിയെ ഭദ്രശ്രവസ്സുകൾ ഇപ്രകാരം വാഴ്ത്തി സ്തുതിച്ചു. തലമാത്രം കുതിരയായിരുന്നു. കുതിരയുടെ തലയാണ് ഭഗവാന് അവിടെ. ഈ ചരിതങ്ങൾ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഭക്തൻ പാപങ്ങൾ നശിച്ച് മണിദ്വീപിലെത്തുമെന്നുള്ള ഗുണപാഠത്തോടു കൂടി ഈ ഇളാവൃത വൃത്താന്തം എന്ന 8-ാം അധ്യായം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. നമുക്ക് എന്താ പറയാനുണ്ട്? ആരാധനാമൂർത്തിയും ആരാധന, ഓരോരോ മൂർത്തി ആരാധിക്കേണ്ട സമ്പ്രദായം. ഹരിവർഷത്തിൽ ഭഗവാന്റെ നരസിംഹമൂർത്തി രൂപത്തെ ഭക്തനും ഭാഗവതോത്തനുമായ പ്രഹ്ലാദൻ ഭക്തന്മാരോടുകൂടി സ്തുതിക്കുന്നു. നരസിംഹമൂർത്തിയുടെ പ്രിയപ്പെട്ട ആളല്ലേ പ്രഹ്ലാദൻ. ഇതാണ് മന്ത്രം. ഭഗവൻ നരസിംഹമൂർത്തി വജ്രദംഷ്ട്രീ നമസ്കാരം. ഞങ്ങൾക്ക് പ്രത്യക്ഷ ദർശനം തന്നാലും കർമ്മവാസനകളെ നശിപ്പിച്ച് എന്റെ മനസ്സിലെ ഇരുട്ടാകുന്ന അവിദ്യയെ നശിപ്പിച്ചാലും വിഭോ ഓം സ്വാഹ. ലോകത്തിന് മംഗളം ഭവിക്കട്ടെ. ഓം ക്ഷണം ഗൃഹം ഭാര്യ പുത്രൻ തുടങ്ങിയ ഏഷണങ്ങളിലുള്ള മമതാബന്ധം മറുത്തു തരണേ. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ക്രൂരഭാവം മാറ്റി അവർക്ക് ശമം ദമം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാക്കി തരണേ. ഞങ്ങൾക്ക് പരമപ്രേമഭക്തി നൽകണേ എന്നാണ് സ്തുതിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരായവർക്ക് വിരക്തി ഉണ്ടാവുകയില്ല. ഭക്തന്മാരുമായിട്ടുള്ള സംഗമത്തിൽ നിന്ന് അവിടുത്തെ മഹിമകളെയും കീർത്തിയെയും പറ്റി കേൾക്കുമ്പോൾ ഭക്തി വർദ്ധിച്ച് നിർമ്മലമാവും. ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ പ്രകാശിക്കും. തീർത്ഥത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ദേഹശുദ്ധിയേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. മനസ്സിന് ശുദ്ധി വരണമെങ്കിൽ മനസ്സ് നിർമ്മലമാവണം. മനസ്സ് നിർമ്മലമാവണമെങ്കിൽ ഭഗവാൻ നാമം ജപിക്കണം. നിഷ്കാമ ഭക്തൻ ദേവന്മാർ പോലും നമസ്കരിക്കും. ഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവൻ എപ്രകാരമാണ് വൈരാഗ്യവും ആത്മജ്ഞാനവും ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് പറയുന്നു. മത്സ്യത്തിന് ജീവിക്കാൻ വെള്ളം കൂടിയേ തീരും. അതുപോലെ ജീവജാലങ്ങൾക്ക് ആശ്രയം ശ്രീഹരി മാത്രമാണ്. ഭഗവത് ഭക്തിയില്ലാത്ത വൃദ്ധന്മാർ വയസ്സുകൊണ്ട് മാത്രമേ പ്രായമാകുന്നുള്ളൂ. പക്വതയിൽ അവർ ശിശു തന്നെയാണ്. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ രാഗം ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഉപേക്ഷിച്ച് നരസിംഹമൂർത്തിയുടെ പാദപത്മങ്ങളെ ധ്യാനിക്കണം എന്ന് പറയുന്നു. ശിലാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാലത്തിൽ കാമദേവ സ്വരൂപനായ പ്രദ്യുമ്നനെ ലക്ഷ്മീദേവി സുന്ദരിമാരായ സഖികളോടുകൂടി ആരാധിക്കുന്നു. മന്ത്രം ഇതാണ്: ഓം ഹ്രാം ഹ്രീം ഹും. ഓം ഋഷികേശനായ ഭഗവാൻ നമസ്കാരം. ഐശ്വര്യപൂർണനും ഇന്ദ്രിയങ്ങളുടെ പ്രേരകനും സർവഗുണ വിശേഷമുള്ളവനും കർമ്മേന്ദ്രങ്ങളുടെയും ജ്ഞാനേന്ദ്രങ്ങളുടെയും പ്രേരകനും സർവഗുണ വിശേഷമുള്ളവനും കർമ്മേന്ദ്രങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും അധിപനായ കാമദേവ സ്വരൂപനായ നിന്തിരുവടിക്ക് നമസ്കാരം. 16 കലകളോടുകൂടിയവനും വേദസ്വരൂപനും അണുസ്വരൂപനും അമൃതസ്വരൂപനും സർവ സൗന്ദര്യ സ്വരൂപനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. സാധാരണ സ്ത്രീകൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നാഥനെ അങ്ങയെ വ്രതമെടുത്തിട്ടാണ് ഭജിക്കുക. അതിനുശേഷമാണ് ഈ ഗുണങ്ങളൊന്നുമില്ലാതെ അന്യനായ ഒരുവനെ കല്യാണം കഴിക്കുകയും ചെയ്യും. ഭഗവാന് അങ്ങനെ
വ്രതമെടുത്ത് ധ്യാനിച്ച് ഭജിച്ച് ഒരു ഗുണവുമില്ലാതെ തന്നെ കല്യാണം കഴിക്കും. അങ്ങനെയുള്ളവൻ ആ സ്ത്രീയെയും മക്കളെയും രക്ഷിക്കാൻ ശക്തരാണോ? അല്ല, അല്ലേ അല്ല. അവൻ പരതന്ത്രരല്ലേ. എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് ഭർത്താവ്. അതിന് ശക്തൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥലാഭം മാത്രം ആഗ്രഹിക്കുന്നവന് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഭയം അകറ്റാൻ സാധിക്കുക? നിഷ്കാമനായി അവിടുത്തെ ഭജിക്കുന്നവന് അങ്ങ് സർവകാമനകളെയും സാധ്യമാക്കും. സകാമനായിട്ടാണ് അങ്ങയെ ഭജിക്കുന്നതെങ്കിൽ നശ്വരമായ സുഖമേ ലഭിക്കുകയുള്ളൂ. ആത്മജ്ഞാനം ലഭിക്കണമെങ്കിൽ പിന്നെയും ഭജിക്കേണ്ടി വരും. ഹരനെയും മജനെയും സുഖം ഇച്ഛിച്ച് ഭജിക്കുന്നവർക്ക് സുഖം മാത്രം ലഭിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും ഭഗവത് പദം പ്രാപ്യമല്ല. അതുകൊണ്ട് കാമദേവ സ്വരൂപനായ ഭഗവാനെ ഞാൻ നിരന്തരം ഭജിക്കുന്നു. അതിനാൽ അവിടുത്തെ തൃക്കൈകൾ എന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ മാറിൽ ഒരു ചിഹ്നമായി എന്നെ ധരിക്കണേ. ഈശ്വരനായ അങ്ങയുടെ ഹിതം അറിഞ്ഞവർ ആരാണുള്ളത്? ആർക്കും അങ്ങയെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്രകാരം ലക്ഷ്മി ദേവിയും മറ്റെല്ലാവരും ഇഷ്ടപ്രാപ്തിക്കായി അങ്ങയെ എപ്പോഴും വാഴ്ത്തി സ്തുതിക്കുന്നു. ഇളാവൃതത്തിന്റെ വടക്കുഭാഗത്തായി രമ്യക വർഷം അവിടെ മനു മത്സ്യമൂർത്തിയായ അങ്ങയെ ഭജിക്കുന്നു. മനു മത്സ്യമൂർത്തിയായ ഭഗവാനെയാണ് ഭജിക്കുന്നത്. ഈ മന്ത്രം കൊണ്ടാണ് മനു മത്സ്യമൂർത്തിയായ ഭഗവാനെ ഭജിക്കുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രേരകനായവനും തത്വഗുണപ്രധാനിയും പ്രാണസ്വരൂപനും മഹാമത്സ്യമൂർത്തിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. അഷ്ടദിക്പാലകന്മാർക്ക് പോലും കാണാൻ കഴിയാത്തവനും ശരീരത്തിന്റെ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നവനും വേദമാകുന്ന മഹത്തായ ശബ്ദത്തോടു കൂടി സഞ്ചരിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. ഈശ്വരനായ അങ്ങ് ഈ വിശ്വത്തെ പാവകളിക്കാരൻ എന്ന പോലെ നിയന്ത്രിക്കുന്നു. പ്രളയകാലത്ത് മത്സ്യമായി വന്ന തോണിയായ ഭൂമിയെ തന്റെ കൊമ്പിൽ ബന്ധിച്ച് അന്ന് സത്യവ്രതനായ എന്നെയും തോണിയിൽ കയറ്റി സഞ്ചരിച്ചുവല്ലോ ഭഗവാനെ. സകലരുടെയും പ്രാണസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. ഇത്രയും വർണ്ണിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈ ഭാഗം ഹരിവർഷം മുതലായ വർഷങ്ങളുടെ വർണ്ണന ഭഗവത്പാദങ്ങൾ സമർപ്പിക്കാം നമുക്ക്.